ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടാ, വീണ്ടും പെഹൽഗാം മോഡൽ ഭീകരാക്രമണം കശ്മീരിലുണ്ടായ ഒരു വാർത്ത പുറത്തു വന്നിട്ടുണ്ട്. നമ്മുടെ മാധ്യമങ്ങളൊന്നും അതിന് വലിയ പ്രാധാന്യമൊന്നും കൊടുക്കുന്നില്ല. ജമ്മു കാശ്മീരിലെ കുൽഗാമിലാണ് ഈ ഭീകരാക്രമണം നടന്നത്. ഛത്തീസ്ഗഡ് തൊഴിലാളികൾ, അതായത് കശ്മീരിലുള്ള 2 ഇതര സംസ്ഥാന തൊഴിലാളികൾ കൊല്ലപ്പെട്ടു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. അപ്പൊ തൊഴിലാളികളിൽ ഒരാളുടെ കുടുംബം വെടിയുതിർക്കുന്നതിന് മുമ്പ് ഇവരുടെ വ്യക്തിത്വവും മതവും ചോദിച്ചു എന്ന് ഈ കുടുംബം പറഞ്ഞിട്ടുണ്ട്. തൊഴിലാളികളുടെ ഒരാളുടെ കുടുംബം 2025 ഏപ്രിലിൽ നടന്ന പഹൽഗാം ഭീകരാക്രമണത്തിന്റെ സമാനമായിട്ടുള്ള ഭീകരാക്രമണമാണ് അവിടെ നടന്നിരിക്കുന്നത്. അപ്പൊ വെള്ളിയാഴ്ച രാത്രി കുൽഗാമിൽ ഒരു ഇഷ്ടിക ചൂളയിലാണ് തീവ്രവാദികൾ ആക്രമണം നടത്തിയത്. കുടിയേറ്റ തൊഴിലാളികൾ കൊല്ലപ്പെട്ടു. ഛത്തീസ്ഗഡിലെ ശക്തി ജില്ലയിലെ ബുണ്ട്രേലി ഗ്രാമവാസിയായിട്ടുള്ള ദീപക് റാൻഡ്രി, സാരൻഗഡ് വിലായത്ത് ജില്ലയിൽ നിന്നുള്ള 28-കാരനായ ഭൂപേന്ദ്ര ഭൈന എന്നിവരാണ് മരണപ്പെട്ടത്. അപ്പൊ ഇവരും രണ്ടുപേരും ജോലി തേടി കശ്മീരിലേക്ക് വന്നതാണെന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇവരുടെ ഐഡന്റിറ്റി ചോദിച്ചതിനു ശേഷം ആക്രമണങ്ങളെ വെച്ച് ലക്ഷ്യം വെച്ചതാണ് എന്ന് ദീപകിന്റെ അമ്മാവൻ ഹണ്ടർ റാൻഡ്രി എൻഐയോട് പറഞ്ഞു. അതെ, ഇവർക്ക് ലഭിച്ച വിവരം അനുസരിച്ച് ജാതിയും സമുദായവും ചോദിച്ച ശേഷം വെടിവെച്ച് കൊല്ലുന്ന ഈ ഒരു സംഭവം ഇത് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പതിവായിട്ട് തീവ്രവാദ ആക്രമണത്തിൽ നടന്നു വരുന്ന ഒരു കാര്യമാണ്. കാരണം ജാതി ചോദിക്കുക, മതം ചോദിക്കുക, ഇസ്ലാം അല്ല എന്ന് ഉറപ്പുവരുത്തിയ ശേഷം ഹിന്ദുക്കളെ തെരഞ്ഞുപിടിച്ച് ആക്രമിച്ചു കൊല്ലുക എന്നുള്ളത് വളരെ എന്താ പറയുക, നമ്മുടെ നാട്ടിൽ അത് നോർമലൈസ് ചെയ്യാൻ നമ്മൾ ഒരിക്കലും അനുവദിച്ചുകൂടാ. അതിപ്പോ ഭീകരവാദികളായാലും ശരി, ആരായാലും ശരി തന്നെ അത് വളരെയധികം അപകടകരമായിട്ടുള്ള ഒരു സാഹചര്യമാണ്. ഇതിന്റെ കൂടെ നമ്മൾ ചേർത്ത് വായിക്കേണ്ട ഒരു വേറൊരു വാർത്തയുണ്ട്. ആ വാർത്ത എന്ന് പറയുന്നത് ഈ പാകിസ്ഥാനിൽ നിന്ന് വരുന്ന ഒരു വാർത്തയാണ്. പാകിസ്ഥാന്റെ DGISPR ചീഫ് അഹമ്മദ് ഷെരീഫ്, ഇയാൾ ഒഫീഷ്യൽ സ്പോക്സ് പേഴ്സൺ കൂടെയാണ് പാകിസ്ഥാന്റെ ആർമിയുടെ. ഇയാൾ പറയുന്നത്, അള്ളാഹ് സേസ് ഇൻ ഖുർആൻ ഡോണ്ട് ബീഫ്രണ്ട് കാഫിർസ് ബട്ട് അഫ്ഗാൻ സേ ദേ ഹാവ് ദ സെയിം DNA ആസ് ഹിന്ദുസ്. അള്ളാഹ് ഖുർആനിൽ പറയുന്നുണ്ട് കാഫിറുകളുടെ നിങ്ങളുടെ സുഹൃത്താക്കൽ എന്ന് പറയുന്നുണ്ട്. പക്ഷെ അഫ്ഗാനിസ്ഥാനികൾ പറയുന്നത് എന്താണ്? അവർ പറയുന്നത് ഞങ്ങൾക്ക് ഹിന്ദുക്കളുടെ DNA ആണ് എന്നാണ് അഫ്ഗാനിസ്ഥാനികൾ നിലവിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് അഫ്ഗാനിസ്ഥാനികളും അപ്പോൾ കാഫിറുകളാണ്, നമ്മൾ അഫ്ഗാനിസ്ഥാനികളെ ഇനി പിന്തുണയ്ക്കാനായി പോകുന്നില്ല എന്നാണ് ഇയാൾ പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇയാൾ ഇങ്ങനെ പറയുമ്പോൾ ഈ പാകിസ്ഥാനകത്തുള്ള ഹിന്ദുക്കളുടെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളൊരു ചോദ്യമാണ് ഇവിടെ ഉയർന്നു വരുന്നത്. ഇതിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇതിന്റെ ദൃശ്യങ്ങൾ എന്തായാലും പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് കാണിക്കാം, ഇയാൾ എന്താണ് പറയുന്നതെന്ന്. अगर तुम ऐसा करोगे तो तुम a problem, then you are not with amongst the Muslims. Imam. Okay. और कौन चला रहा है सोशल मीडिया? ഇതാണ് ഇതിന്റെ വൈറലായിക്കൊണ്ടിരിക്കുന്ന വിഷ്വൽസ് എന്ന് പറയുന്നത്. അപ്പോ ഇത് ഇവിടെ നിന്നാണ് ഇതിന്റെ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത്. ഇതിന്റെ റൂട്ട് കോസ് എന്ന് പറയുന്ന പാകിസ്ഥാനും അതിനകത്തുള്ള ഇവരുടെ തീവ്ര ചിന്താഗതിയുമാണ് ഇതിന്റെ റൂട്ട് കോസ് എന്ന് പറയുന്നത്. അപ്പൊ നിലവിൽ നമ്മുടെ രാജ്യത്ത് ഈ മതം പറഞ്ഞുള്ള ആക്രമണം ഇത് ഒരു വീണ്ടും നടന്നിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ എന്ത് നടപടിയാണ് നമ്മൾ ഇതിനെതിരെ സ്വീകരിച്ചത്? നിലവിൽ പാകിസ്ഥാനുമായിട്ടൊരു യുദ്ധം ഉണ്ടാകുമെന്ന് നമ്മൾ നിരന്തരം പറയുന്ന ഒരു കാര്യമാണ്. അതിലേക്ക് അവർ നമ്മളെ എത്തിക്കാനുള്ള ശ്രമമാണോ അവർ നടത്തുന്നത്? കാരണം അവർക്കും ഇപ്പോൾ നമ്മളുമായിട്ടുള്ള യുദ്ധം അനിവാര്യമാണ് എന്ന് നമുക്ക് വ്യക്തമായിട്ടറിയാം. നമ്മൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനുള്ള ശ്രമങ്ങളെല്ലാം കൃത്യമായിട്ട് നടത്തുന്നുണ്ട്. പക്ഷെ ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ല എന്ന് നമ്മുടെ ചീഫ് ഓഫ് ഡിഫൻസ് തന്നെ പറയുന്ന ഒരു സാഹചര്യത്തിൽ ഈ ആക്രമണങ്ങൾ വീണ്ടും പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് വരികയാണ്. എന്ത് ചെയ്യും? അല്ല, പാകിസ്ഥാൻ ഇപ്പോ കുറച്ചുകൂടി നമ്മളെപ്പോഴും നമ്മുടെ ഈ ചർച്ചകളിൽ പറയുന്നൊരു കാര്യമുണ്ട്. പാകിസ്ഥാനെ സംബന്ധിച്ച് ഇന്ത്യ ഒരു കാഫിർ രാജ്യമാണ്. ശത്രു രാജ്യത്തിനേക്കാൾ ഉപരി ഒരു കാഫിറുകളെ ഇല്ലാതാക്കും. ഈ ഒരു ഒറ്റ മുദ്രാവാക്യത്തിലാണ് ഈ പാക് ജനത മുഴുവൻ പാക് ഭരണത്തോടൊപ്പവും പാക് പട്ടാളത്തിനും പിന്തുണ കൊടുക്കുന്നത്. അപ്പൊ പാകിസ്ഥാനിൽ എപ്പോഴും ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ അവർ ഇന്ത്യ ഒന്ന് ചൊറിയും, ഇന്ത്യയായിട്ടൊരു സംഘർഷം ക്രിയേറ്റ് ചെയ്യും. ആ ക്രിയേറ്റ് ചെയ്തിട്ട് ഞങ്ങൾ കാഫിറുകൾക്കെതിരെ പോരാടുകയാണ്. പിന്നെ അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്, കാഫറുകളെ ഇല്ലാതാക്കിയാലാണ് സ്വർഗം കിട്ടത്തുള്ളൂ, അവരില്ലാതാകേണ്ടതാണ്, അവർ നമ്മുടെ കാഫറുകൾ ശത്രുക്കളാണ് എന്ന് ഖുറാനിൽ പറയുന്നുണ്ട് എന്നാണ് ഇവർ പറയുന്നത്. ഇത് അറിഞ്ഞിട്ട് ഈ പറയുന്ന പാകിസ്ഥാനികളെല്ലാം ഇവർക്ക് പിന്തുണച്ച് എത്തും. ഇതാണ് കാണുന്ന കാഴ്ച. ഇപ്പോൾ അഫ്ഗാനിസ്ഥാനികളെ അവർ ആ ലിസ്റ്റിൽ പെടുത്തിയിട്ടുണ്ട്. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഭൂമിശാസ്ത്രപരമായി നോക്കിയാൽ നമ്മുടെ ഈ ഹിന്ദു പുരാണ ഗ്രന്ഥങ്ങളിലൊക്കെ പറയുന്ന പല പ്രദേശങ്ങളിലും അഫ്ഗാനിസ്ഥാനാണ്. അത് ഗാന്ധഹാർ ആയാലും മറ്റുള്ള പ്രദേശങ്ങളായാലും ഒക്കെ അവിടെയൊക്കെ ഈ അഫ്ഗാനിസ്ഥാനിലും ഇറാനിലും ഒക്കെ ഉള്ളത് വെച്ചാൽ ഗോത്രവർഗ മേഖലകളാണ്. ഈ ഗോത്രവർഗ മേഖലയിൽ പലതും ഹിന്ദു ആചാരങ്ങൾ പിന്തുടരുന്നവർ തന്നെയുണ്ട്. കുർദുകൾ അടക്കമുള്ളവർ അത്തരത്തിൽ തന്നെയാണ് പിന്തുടരുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം ഈ ഷിയാകളുമായി സുന്നികൾക്ക് ഉള്ളൊരു പ്രശ്നവും ഇത് തന്നെയാണ്. അവിടെ ഈ പറയുന്നതിനകത്ത് അവരുടെ ആചാരങ്ങളിലൊക്കെ ചില വ്യത്യാസങ്ങൾ ഒരു ഹിന്ദു ടച്ചൊക്കെ അതിൽ കടന്നു വരുന്നു. ഒരു പക്ഷെ പഴയ ഇതായിരിക്കാം, അറിയില്ല. എന്തായാലും ഹിന്ദു മതത്തെ സംബന്ധിച്ച് ഏറ്റവും പഴക്കമേറിയ മതം ഹിന്ദുമതമാണ്. അപ്പൊ പിന്നെ സ്വാഭാവികമായി അതിൽ നിന്ന് തന്നെ ഉരുത്തിരിഞ്ഞ് വന്നതിന്റെ ഏതെങ്കിലും ഒരു ഭാഗമായിരിക്കാം. ബാക്കിയുള്ള മതങ്ങളൊക്കെ അതിന്റെ പകുതി ആയുസ് പോലും ഉള്ള മതങ്ങളില്ല എന്നുള്ളതാണ്.
അപ്പൊ ഈ ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത്. കാരണം അവർ നമ്മൾക്കറിയാം ഈ ഇന്ത്യ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ബ്ലോഗർമാർ ഈ അഫ്ഗാനിസ്ഥാനിൽ കറങ്ങി നടന്ന അവിടെ നിന്നുള്ള വീഡിയോകൾ നമ്മൾ ഒരുപാട് കാണുന്നതാണ്. ആ വീഡിയോയിലൊക്കെ അവർ ചെല്ലുമ്പോൾ അവർ പറയുന്നുണ്ട് ഞങ്ങളുടെ സഹോദരങ്ങളാണ് ഇന്ത്യ. അപ്പോൾ ഈ ബ്ലോഗർമാർ ചോദിക്കുന്നുണ്ട് പാകിസ്ഥാനികളോ എന്ന് പറയുമ്പോൾ തെറിയാ പറയുന്നവര്. അപ്പൊ പാകിസ്ഥാനികളെ അവർ നമ്പാനോ അവർ കൂട്ടാനോ അവർ തയ്യാറാകുന്നില്ല എന്നൊരു വസ്തുതയുണ്ട്. ഇവിടെയാണ് ഇപ്പോൾ ഈ ഒരു കാഫിർ പ്രയോഗവുമായിട്ട് അവരുടെ സൈനിക വക്താവ് തന്നെ രംഗത്തെത്തുന്ന ഒരു കാഴ്ച. അതായത് ഇപ്പോൾ ഈ പറയുന്നത് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനുമായിട്ട് ഒരിക്കലും ഒരു സമാധാനത്തിൽ പോകുന്ന ഒരു അന്തരീക്ഷമല്ല ഇപ്പോൾ നിലനിൽക്കുകയും ചെയ്യുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ അവരൊരു വലിയ കോപ്പ് കൂട്ടുകയാണ്, ഒരു വലിയ അടിക്ക്. അതിനവര് 2 യുദ്ധമുഖം തുറക്കുകയാണ്. അതിനു മുൻപ് ജനങ്ങളെ സജ്ജരാക്കുക എന്നൊരു ലക്ഷ്യവുമായിട്ടാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റിന് നമുക്ക് കഴിയുന്നത്. കാരണം ഒരു ഭാഗത്ത് ഒരു കാഫറുണ്ട്, അത് ഇന്ത്യയാണ്. മറുഭാഗത്ത് ഒരു കാഫറുണ്ട്, അഫ്ഗാനിസ്ഥാനാണ്. കാരണം നിലവിൽ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിൽ ഒരു ഹൈ ടെൻഷൻ നിൽക്കുകയാണ്. ഏത് നിമിഷവും അത് യുദ്ധത്തിലേക്ക് വരാം. അപ്പൊ 2 ഭാഗത്തും കാഫറുകളാണ് എന്ന് വരുത്തി തീർത്തുകൊണ്ട് ഈ പാക് ജനതയെ സജ്ജരാക്കുകയാണ്. കാരണം പാകിസ്ഥാനിലെ ജനങ്ങളെ സംബന്ധിച്ച് തൊഴിലില്ലായ്മ, വിലക്കയറ്റം, ക്രമസമാധാന നില തകർച്ച, ഇതുകൂടാതെ ബലൂചിസ്ഥാൻ, ഖൈബർ പഖ്തൂൺ മേഖല, POK, അങ്ങനെ 1000 പ്രശ്നങ്ങൾ കിടക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് അവർക്ക് ഈ പാകിസ്ഥാന്റെ പാറ്റ പാർട്ടി പ്രതിഷേധങ്ങളെ ഭയവുമുണ്ട്. ഇങ്ങനെയൊക്കെ നിൽക്കുന്ന അവസരത്തിൽ ജനങ്ങളെ ശ്രദ്ധ മാറ്റിക്കൊണ്ട് കാഫറുകൾക്കെതിരെയുള്ള പോരാട്ടം. കാരണം മതം രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും പുഴുങ്ങി തിന്നുന്ന ഒരു രാജ്യമാണ് ഈ പാകിസ്ഥാൻ എന്ന് പറയുന്നത്. മതം മാത്രമാണ് അവരെ ഏകീകരിച്ച് നിർത്തുന്ന ഏക കാര്യം. നമ്മുടെ രാജ്യത്തെയൊക്കെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ വൈവിധ്യമുള്ള ഒരു രാജ്യമാണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അവർക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പറ്റുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതായത് അഫ്ഗാനികളെയും നമുക്ക് ഇല്ലാതാക്കണമെന്ന്. ഇവിടെ ശ്രദ്ധേയമായ മറ്റൊരു കാര്യം, അഫ്ഗാനിസ്ഥാനെ പിന്തുണയ്ക്കുന്ന ഭീകര സംഘടനകൾ പാകിസ്ഥാനിലുണ്ട്. ഒരു കാലത്ത് പാകിസ്ഥാൻ ഇവരെല്ലാം പാലൂട്ടി വളർത്തിയ ഭീകര സംഘടനകളാണ്. അതുപോലെ തന്നെ മതപണ്ഡിതന്മാരിൽ ഒരു വലിയ വിഭാഗം താലിബാനെ പിന്തുണയ്ക്കുന്നവരുമുണ്ട്. അങ്ങനെ നിൽക്കുന്ന ഒരിടത്താണ് ഇപ്പോൾ ഒരു പുതിയ സ്റ്റേറ്റ്മെന്റുമായിട്ട് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. ഏതായാലും അതിന്റെ ഒരു അർത്ഥം നമ്മൾ കാണേണ്ടത് വെറും ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലാതെ, അതായത് 2 യുദ്ധമുഖം പാകിസ്ഥാൻ തുറക്കേണ്ടി വരുമെന്ന് പാകിസ്ഥാൻ ഭയക്കുന്നു. അതായത് ഇന്ത്യയുമായിട്ട് ഇനി ഒരു ഏറ്റുമുട്ടലിലേക്ക് പോയാൽ സ്വാഭാവികമായി തന്നെ അഫ്ഗാന്റെ ഭാഗത്തുനിന്ന് ഒരു ആക്രമണം ഉണ്ടാകും. കാരണം അഫ്ഗാൻ കാത്തിരിക്കുന്നത് നല്ലൊരു സുവർണ അവസരത്തിന് വേണ്ടിയിട്ടാണ്. കാരണം ഒരു ഭാഗത്ത് ഇന്ത്യ വലിയ രീതിയിൽ അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ ഇതേ മെത്തേഡിൽ തന്നെ കാത്തിരിക്കുന്നവരാണ് ബലൂചിസ്ഥാനികളും ഖൈബർ പഖ്തൂൺ മേഖലയിലുള്ള തെഹ്രീക്കെ താലിബാൻ അടക്കമുള്ളവർ. കാരണം ഇന്ത്യ ഒന്ന് തുടങ്ങി വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അവരുടേതായ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാൻ പറ്റും. കാരണം പാകിസ്ഥാന്റെ സൈനിക ഭരണകൂടത്തിന്റെ മുഴുവൻ ശ്രദ്ധയും ഇന്ത്യയിലേക്കായിരിക്കും. അപ്പോൾ സ്വാഭാവികമായി അഫ്ഗാനിസ്ഥാൻ അവരുടെ അതിർത്തിയിൽ കടന്നു കയറി അവർക്ക് ഒരുപാട് പ്രതികാരങ്ങൾ അവർ ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവർക്ക് കിട്ടിയ ഒരുപാട് അടികൾ അതെല്ലാം അവർക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റും. ബലൂചിസ്ഥാനിലും ഖൈബർ പഖ്തൂൺ മേഖലയിലുള്ളവർക്കാണെങ്കിൽ ഇതായിരിക്കും ഏറ്റവും നല്ല അവസരം. കാരണം പാകിസ്ഥാന്റെ ശ്രദ്ധ ഇങ്ങോട്ട് വരില്ല. അല്ലെങ്കിൽ അവരുടെ സേനയുടെ ഒരു ഫുൾ സ്ട്രെങ്ത് മുഴുവൻ ഇന്ത്യൻ അതിർത്തി കിടക്കുമ്പോൾ ഇവിടെ എന്തും അവർക്ക് ചെയ്യാവുന്ന ഒരു സാഹചര്യം വരും. ഇതെല്ലാം എല്ലാവരും ഉറ്റുനോക്കുന്നു. ആ സാഹചര്യത്തിലേക്ക് ജനങ്ങൾ സ്പ്ലിറ്റായിട്ട് പോകരുത്, അവരുടെ ചിന്തകൾ സ്പ്ലിറ്റായി പോകരുത്. അതുകൊണ്ട് തന്നെയാണ് കോമൺ ആയിട്ട് പറയുന്നത് 2 കാഫർ, അതായത് ഒരു ഇന്ത്യൻ കാഫറും ഒരു അഫ്ഗാൻ കാഫറും എന്ന ഒരു സ്റ്റേറ്റ്മെന്റ് അതിന്റെ ഒരു തുടക്കമായിട്ട് വേണം നമ്മൾ കാണാനായിട്ട്.